ഉത്സവപ്പറമ്പുകളിൽ ആവേശം നിറച്ചിരുന്ന പ്രശസ്ത ബാലെ ട്രൂപ്പായിരുന്ന ഹരിപ്പാട് സുദർശനയുടെ അമരക്കാരൻ പ്രബുദ്ധ പണിക്കർക്ക് ഇന്ന് 103-ാം പിറന്നാൾ. 1962 രൂപം കൊണ്ട സുദർശനയിലൂടെ പുറത്തിറങ്ങിയ 62 ബാലകളിൽ 48 എണ്ണവും സംവിധാനം ചെയ്തത് പ്രബുദ്ധ പണിക്കറായിരുന്നു. തന്റെ കലാസബരിയയിലൂടെ ജീവിത വഴിതെളിഞ്ഞ നൂറുകണക്കിന് കലാകാരന്മാരുടെ പ്രാർത്ഥനയാണ് ആയുസ്സിന്റെ രഹസ്യം എന്നാണ് പ്രബുദ്ധ പണിക്കർ വിശ്വസിക്കുന്നത്. 1962 പെൺമക്കളുടെ നൃത്താരങ്ങേറ്റത്തിനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് ഹരിപ്പാട് എരിക്കാവ് സ്വദേശിയായ പ്രബുദ്ധ പണിക്കർ ബാലെ ട്രൂപ്പിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഗുരു ഗോപിനാഥിൻ്റെ സംവിധാനത്തിലിറങ്ങിയ രാമായണം ബാലെ കണ്ട് അതിനെ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ ലളിതവൽക്കരിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്നതായിരുന്നു പ്രബുദ്ധ പണിക്കരുടെ ലക്ഷ്യം. 64 പണ്ഡിതരായ ഗുരു ഗോപിനാഥ് രാമായണം ബാലെ എന്നും പറഞ്ഞൊരു ബാലെ കൊണ്ടുവന്നു. അയാൾ റഷ്യയിലെങ്ങാണ്ടും പോയി കണ്ടിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പക്ഷേ അത് മനുഷ്യന് സാധാരണക്കാരന് മനസ്സിലാകത്തക്ക വിധത്തിലല്ല അതിൻ്റെ പോക്ക്. എല്ലാ മുദ്രകളും പദങ്ങളും സംസ്കൃത പദങ്ങളും ഒക്കെ കൊണ്ട് മറച്ചിരിക്കുകയും ഞാനിത് കാണാൻ പോയിട്ട് എന്ന് വെച്ച് പറഞ്ഞിട്ടാ ഇത് നല്ലൊരു പണിയാണല്ലോ, ഇതൊരു പുതിയ രീതിയിലാക്കി ആളുകൾക്കെല്ലാം മനസ്സിലാകത്തക്ക വിധത്തിൽ പദമെല്ലാം കുറച്ച് നാടകീയ രൂപത്തിൽ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും എന്നിങ്ങനെ ആലോചിച്ച് സദാനന്ദനെ വിളിച്ച് എഴുത്തുകാരനായാൽ വിളിച്ച് വിവരങ്ങൾ പറയുക, ഞാനൊരു കഥ എഴുതിത്തരാം, കുറേ പൈസയൊക്കെ ചിലവാകുന്നു. ഞാൻ പറയും, പൈസ എത്ര ചിലവായാലും തിരക്കിട്ടില്ല, കഥ എഴുതാനാവുന്നത്. അപ്പോൾ കഥയൊന്നും ചെയ്യിച്ച് 2 രൂപ ഇട്ടിരുന്നു. കംസൻ ബാലെ, ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് മുതൽ കംസനെ കൊല്ലുന്നത് വരെ ഉള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു കംസൻ ബാലെ ഇറങ്ങി. കംസൻ ബാലെ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഹരിപ്പാട് സുദർശനയുടെ ആദ്യ ബാലെ തന്നെ പ്രേക്ഷക പ്രീതി നേടി. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വേദികളിൽ ഓടിത്തിമിർത്ത കംസൻ സുദർശനയെയും ശ്രദ്ധേയമാക്കി. കംസൻ ബാലെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബാലെ ഇറക്കി പ്രമുഖരായ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് വലിയ രീതിയിൽ അത് നടത്തും. ഒരുപാട് പരിപാടി, അത് 120-130 പ്രോഗ്രാമുകളും അന്ന് നടന്നു. 40ഓളം കലാകാരന്മാർ ഉൾക്കൊണ്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ വർഷം ഈ പ്രോഗ്രാം നടന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ പാട്ടും വാദ്യവുമെല്ലാം ലൈവായി ചെയ്യണമായിരുന്നു. 1985 മുതലാണ് റെക്കോർഡ് ചെയ്ത് സംഭാഷണവും പാട്ടും ഉപയോഗിക്കുന്ന രീതി നിലവിൽ വന്നത്. 62 ബാലെ സുദർശനയിലൂടെ വേദിയിലെത്തിയപ്പോൾ ഇതിൽ 48 എണ്ണവും പ്രബുദ്ധ പണിക്കരായിരുന്നു സംവിധാനം ചെയ്തത്. പരിമിതികൾ ഏറെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ച് പുരാണ നൃത്തനാടകമായ ബാലയ്ക്ക് ഇത്രയേറെ പ്രചരണം നൽകിയ മറ്റൊരു വ്യക്തി ഇല്ല എന്ന് തന്നെ പറയാനാകും. അച്ഛൻ ഏകദേശം 48ഓളം ബാലകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. തൃക്കുന്നപ്പുഴ സാറിൻ്റെ സ്ക്രിപ്റ്റിൽ അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു ഈ ബാലെ പ്രസ്ഥാനം. കുറേ ബാലകൾ, ഏകദേശം 62ഓളം ബാലകൾ. അവസാനമായിട്ട് ഒരു ബാല ഇറക്കിയെന്ന് പറഞ്ഞാൽ ഇനി സൂർപ്പണക പറയട്ടെ എന്ന് പറയുന്ന ബാല 2010 അതോടുകൂടി നമ്മൾ ബാലയുള്ള ഇത് അവസാനിക്കും. എല്ലാം പുരാണ കഥകളെ, മഹാഭാരതത്തിലെ കഥകളെല്ലാം, അഭിമന്യു, കർണൻ, ഭീഷ്മർ, എല്ലാ കഥാപാത്രങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്. ഇന്ന് 103-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രായത്തിൻ്റെതായ പരിമിതികൾ മാത്രമാണ് പ്രബുദ്ധ പണിക്കരെ ബുദ്ധിമുട്ടിക്കുന്നത്. ആരോഗ്യവും ആയുസ്സും കാത്തുസൂക്ഷിക്കാനായത് തന്നോടൊപ്പം പ്രവർത്തിച്ച കലാകാരന്മാരുടെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥന ഒന്നുകൊണ്ടാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.